ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തന്നെ വന്നിട്ടുള്ളത് ചക്ക വെച്ചിട്ടുള്ള ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഈസി ആയിട്ട് കുട്ടികൾക്ക് വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്ക കുരും അതേമാതിരി തന്നെ അതിൻ്റെ ചൗണിയൊക്കെ എടുത്തിട്ട് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേമാതിരിക്കാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മിക്സിങ് വേണം കേട്ടോ, ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കടലമാവ് ഉണ്ടല്ലോ, അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ അതേമാതിരി തന്നെ മൈദപ്പൊടി കൂടി വേണം കേട്ടോ. അപ്പോൾ അതേ സെയിം അളവ് തന്നെ മൈദപ്പൊടി കൂടി എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതാ പഴംപൊരിയൊക്കെ ഉണ്ടാക്കണ അതിൽ തന്നെയാണ് വേണ്ടത് കേട്ടോ. അതിലേറെ ഒന്നുകൂടി ടൈറ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിൻ്റെ മിക്സ് കേട്ടോ. അപ്പോൾ അതേ സെയിം അളവ് തന്നെ നമ്മൾ മൈദപ്പൊടി കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു സ്പൂൺ കുറച്ച് ഏറെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കില്ല, അതാണ് എടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ അപ്പക്കാരിട്ടാലും മതി. അപ്പോൾ അതൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതേമാതിരി തന്നെ പിഞ്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യമില്ല പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്കിത് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുക്കണം. ഓവറിട്ട് ലൂസ് വേണ്ട കേട്ടോ, അതിൽ കുറച്ച് ടൈറ്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തായാലും പിന്നെ ചക്കക്കുള്ള സമയമല്ലേ, അപ്പോൾ അതേമാതിരിക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് ഈസിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കണ തന്നെയായിരിക്കും. അപ്പോൾ ഞാൻ നോമ്പ് സമയത്ത് ഉണ്ടാക്കിയതിന് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് വീഡിയോ ഇടാത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സ്കൂളിലൊക്കെ വരുന്ന സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ അടിച്ച് ഹോൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ അത് ഞാൻ ഓരോന്നായിട്ട് ഇതേമാതിരി മുക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2-3 ഇട്ടാണ് പിന്നെ പൊരിച്ചെടുക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല പഴുത്ത പഴമെടുക്കാൻ ചക്കപ്പഴം എടുക്കാൻ നോക്കുക കേട്ടോ. അതായത് നമ്മൾ പഴഞ്ചക്ക ഉണ്ടല്ലോ, അല്ല കയ്യിൽ തന്നെ പിടിച്ചാൽ കിട്ടാത്ത അതൊന്നും പറ്റില്ല. നല്ല മധുരമുള്ള പഴുത്ത ചക്ക ഉണ്ടല്ലോ, എന്നിട്ട് ഉണ്ടാക്കിയെടുക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മുന്നിട്ട വീഡിയോ ചക്കക്കുരു വെച്ചിട്ടുള്ള കടലേറ്റാണ്. അപ്പോൾ ഒന്ന് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്യുകൊണ്ടേ. അപ്പോൾ നമ്മൾ ചക്ക മുഴുവനായിട്ട് ഇതേമാതിരി തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു 1/4 ഭാഗം എടുത്തിട്ടുള്ളൂ, അത്രയും മാവ് എടുത്തിട്ടോ. ബാക്കി നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ അത് ഞാൻ ആദ്യം ഉണ്ടാക്കിയത് ഫസ്റ്റ് കാണിച്ചതുണ്ടല്ലോ, കുറച്ച് ലൂസിൽ ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ. അപ്പോൾ മസാലയൊന്നും മാവൊന്നും അതിന് വല്ലാതെ പിടിക്കണില്ല. അപ്പോൾ ഞാൻ കുറച്ച് നല്ലോണം ടൈറ്റാക്കിയാണ് ഉണ്ടാക്കി നോക്കിയപ്പോൾ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഇതേമാതിരി തന്നെ പൊരിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ചക്ക വെച്ചിട്ട് ചക്കക്കുരു വെച്ചിട്ടൊക്കെ എന്തെല്ലാം റെസിപ്പി ഉണ്ടാക്കുക, ലൈസ് ആയിട്ട് എന്തെല്ലാം റെസിപ്പി ഉണ്ടാക്കുക. അപ്പോൾ ചക്കൊക്കെ പഴുത്തിങ്ങനെ പിന്നെ ചാടി പോകുന്ന സമയമൊക്കെയാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും ചക്ക കിട്ടുമ്പോൾ അതേമാതിരിക്കുന്നു. അപ്പോൾ ഈ ചക്ക വെച്ചിട്ടുള്ള ഈ അടിപൊളി റെസിപ്പി ഉണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. വലിയവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ ചക്ക വെച്ചിട്ടും ചക്കക്കുരു വെച്ചിട്ടൊക്കെ നമുക്ക് വലയിട്ടും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാരും അസ്സലാമു അലൈക്കും.